ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിഫ്റ്റി 25,000 മറികടന്ന് പോയ നിഫ്റ്റി 6 ദിവസം തുടർച്ചയായ ഒരു റാലി രേഖപ്പെടുത്തിയ നിഫ്റ്റി അവസാന ദിവസം ഇന്ന് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 6 ദിവസത്തെ റാലിക്ക് ഇന്ന് ഒരു വിരാമമായി. 24,870 അതായത് 25,000 ഒക്കെ താഴെ പോയി നിഫ്റ്റി. 694 പോയിന്റ്, സെൻസെക്സും 214 പോയിന്റിൻ്റെ ഇടിവ് നിഫ്റ്റിയിലും ഉണ്ടായി. ബാങ്കിങ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ വീക്കായത്. ബാങ്ക് നിഫ്റ്റി 600 പോയിന്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇപ്പോൾ സ്പോട്ട് നിൽക്കുന്നത് 55,149 മിഡ് ക്യാപ്പും ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റി 50യിൽ ഓൾമോസ്റ്റ് 40 കമ്പനീസും റെഡിൽ അടച്ചെന്ന് മാത്രമല്ല, നിഫ്റ്റി 50യിലെ 10ഓളം കമ്പനീസ് 2% മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. ഈ ഓൺലൈൻ ഗെയിമിങ്ങിനെല്ലാം തന്നെ GST റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയത് കൊണ്ട് നസാറ ടെക് ഫോളിങ് തുടരുകയാണ്. എന്നാൽ മിഡ് ക്യാപ്പിൽ നിന്ന് ഐഡിയ AGR ഡിയുടെ പോസിറ്റീവ് ന്യൂസ് കാരണം 7% ഒരു റാലി രേഖപ്പെടുത്തി. നമുക്ക് നിഫ്റ്റിയുടെ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും കണ്ടുവരാം. അതിനു മുമ്പ് ഈ ഞായറാഴ്ചയാണ് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് നമ്മൾ കൊച്ചിയിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും ഒരുമിച്ചാണ് നമ്മൾ ഞായറാഴ്ച കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കുമ്പോൾ M&M, മാരുതി, ഭാരത് എയർടെൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ടൈറ്റാൻ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഉത്സവകാലം അടക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഉള്ള ഫ്രഷ് ബൈയിങ് നമ്മൾ കണ്ടിരുന്നു. അത് ഇന്നും കണ്ടിന്യൂ ചെയ്തു. കൂടാതെ ഏഷ്യൻ പെയിൻറ്റ്, ഗ്രാസിം, അദാനി എൻ്റർപ്രൈസസ്, അൾട്രാടെക് സിമെൻറ്റ്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസ് 1.95%, 2.42 മുതൽ ഇടിവ് രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ കണ്ടതുപോലെ തന്നെ നിഫ്റ്റി 50യിൽ 10ഓളം കമ്പനീസ് ഇന്ന് 2% മുകളിൽ ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഈ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും, ഏറ്റവും താഴെ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% സ്പൈക്ക് ചെയ്ത് 11.72. ഡോ ഫ്യൂച്ചർ 125 പോയിന്റ് പ്ലസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയ മാത്രം 51 പോയിന്റിൻ്റെ ഒരു ഫോള്. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $10 ഇടിഞ്ഞ് $3,328 പെർ ഔൺസ്. ബ്രന്റ് ഓയിലും ബിറ്റ് കോയിനിലും എല്ലാം തന്നെ സ്റ്റേബിളായ നിലയിൽ നിലകൊള്ളുന്നുണ്ട്. ഇനി ഇന്ന് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് കനാസ സിറ്റിയിൽ വെച്ച് എക്കണോമിസ്റ്റ്, സെൻട്രൽ ബാങ്ക് പോളിസി മേക്കേഴ്സ് എല്ലാം തന്നെ വരുന്ന ഈ ഒരു സബ്മിറ്റിൻ്റെ പേര് ജാക്സൺ ഹോൾ സിംബോണിയം എന്ന് പറഞ്ഞ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സബ്മിറ്റിൽ വെച്ച് ജെറോം പവൽ, നിലവിലുള്ള US സെൻട്രൽ ബാങ്ക് തലവൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു വേറൊരു സെൻട്രൽ ബാങ്ക് ഒഫീഷ്യലിൻ്റെ ഭാഗത്തു നിന്ന് 2026 ഏകദേശം 100 ബേസ് പോയിൻറ്റിൻ്റെ കട്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ സെൻട്രൽ ബാങ്ക് തലവൻ്റെ ഈ ഒരു സബ്മിറ്റിലുള്ള ഇന്നത്തെ സ്പീച്ചും അതിനുശേഷം നടത്തപ്പെടുന്ന US എക്കണോമിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിസി കട്ടോ അല്ലെങ്കിൽ പോളിസി റൈസോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ട്രംപിൻ്റെ നിലവിലുള്ള ആ ഒരു താരിഫ് എങ്ങനെയാണ് US എക്കണോമിനെ ബാധിച്ചിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന ഈവൻ്റാണ്. എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഈവൻ്റാണ്. അപ്പോൾ ഈ ഒരു ഈവൻ്റ് മുൻനിർത്തി ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. അതായത് 6 ദിവസം തുടർച്ചയായ റാലി, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റ് ഇന്ത്യൻ സമയം 7:30 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. കൂടാതെ FIs കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് സെല്ലേഴ്സാണ്. ഇന്നലെ മാത്രമാണ് അവർ 1,200 കോടി രൂപയുടെ ബൈയിങ് കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും അവർ സെല്ലിംഗ് മോഡിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ FIസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലായ്മ മാർക്കറ്റിലുണ്ട്. ലാഭമെടുപ്പ് സ്വാഭാവികമായിട്ടും നിഫ്റ്റി ശക്തമായ രീതിയിൽ അതിൻ്റെ ലോയിൽ നിന്ന് തിരിച്ചു കയറി 25,000 മറികടന്ന സമയത്ത് റീസെൻ്റായിട്ട് ഈ ഒരു റാലിയിൽ പങ്കാളിയായിട്ടുള്ള ആളുകൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തപ്പെട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള താരിഫും അത് റെലവൻ്റായിട്ട് പ്രസൻറ്റ് സിനാരിയോയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് മറികടക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ GST റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാങ്കിങ് മേഖലയിലേക്ക് ഒരുപാട് ഫണ്ട് ഇഞ്ചക്റ്റ് RBIയും ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട്.
എങ്കിലും ഈ ഒരു ഉത്സവകാലം, ദീപാവലി സീസണെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പീരീഡ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ കാണാവുന്നത് ഒരു ഒരു ബൈയിങ് ആണ്. റൂറൽ ഏരിയയിൽ ഒരു ബൈയിങ് കാണുന്നുണ്ട്. ഈ ദീപാവലിനെ സംബന്ധിച്ചാണ് റൂറൽ ഏരിയയിലെ ആളുകൾ വാഹനങ്ങളും അതെല്ലാം തന്നെ ആളുകൾ പൊതുവേ സ്വന്തമാക്കുന്നത്. അപ്പോൾ ഓട്ടോ സെക്ടറിലും അല്ലെങ്കിൽ നമ്മളുടെ ഈ ജ്വല്ലറി സെഗ്മെൻറ്റിലും എല്ലാം തന്നെ ആ ഒരു ബൈയിങ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബൈയിങ്ങിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ടാണ് പുതിയ GST റീഫോംസ്. പക്ഷെ അതിപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലി അത് നമ്മളുടെ ഇപ്പോൾ GST കുറഞ്ഞിട്ടില്ല, വരും നാളുകളിലാണ് അത് കുറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബൈയിങ് കണ്ടു. അപ്പോൾ എനിവേ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇനിയും നമുക്ക് ഞായറാഴ്ച ദിവസം അടുത്ത ആഴ്ചയിൽ പ്രധാനപ്പെട്ട വീക്കിലി അനാലിസിസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളൊരു ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ എടുത്തു വെക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം നമുക്ക് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 300 പോയിൻറ്റ് പ്ലസ് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് നിക്ഷേപകർക്ക് സംബന്ധിച്ച് നല്ല ഒരു ദിവസം തന്നെയാണ്. പക്ഷേ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ കനത്ത വില കൊടുക്കേണ്ട ഒരു ദിവസമാണ് ഈ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്ന സമയം. കാരണം നെഗറ്റീവ് സിനാരിയോസിൽ ആളുകളെല്ലാം തന്നെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യും, മാർക്കറ്റ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും, അവരെല്ലാം തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ബൈ ഓർഡറാണ്. അതിനാണ് നമ്മൾ ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും. നിലവിലെ സെബി ഈ ഡെറിവേറ്റീവ് അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്കറിയാം മന്ത്ലി എക്സ്പയറീസിലെല്ലാം തന്നെ മാറി. ബാങ്ക് നിഫ്റ്റിയും ഫിബ് നിഫ്റ്റിയും എല്ലാം തന്നെ മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറി. ഇപ്പോൾ ഇന്നലെ തുലികാന്ത് പാണ്ഡെ, സെബിയുടെ നിലവിലുള്ള ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോക്ക് ഓപ്ഷൻ എല്ലാം തന്നെ ടെന്യൂർ ഉയർത്തുമെന്നാണ്. സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ടെന്യൂർ എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലിയാണ് എക്സ്പയറി ഉള്ളത്. അപ്പോൾ അത് ഉയർത്തുക മീൻസ് രണ്ട് മാസത്തേക്കോ എന്നുള്ള രീതിയിലേക്കായിരിക്കാം സെബിയുടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതും ഈ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് സ്റ്റോക്ക് ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇൻഡെക്സ് ഓപ്ഷനെ സംബന്ധിച്ച് വീക്കിലി എക്സ്പയറി ഇപ്പോൾ ആകെ 2 ഉള്ളൂ, നിഫ്റ്റിയും സെൻസെക്സും. അപ്പോൾ അതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ചർച്ച വന്ന സമയത്ത് അത് അങ്ങനെ ഒരു പാനില്ല എന്ന് സെബി ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും അറ്റ്ലീസ്റ്റ് എങ്കിലും ഈ വീക്കിലി അടിസ്ഥാനത്തിൽ ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. പക്ഷെ പല മാറ്റങ്ങളും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്, ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിൽ പല വെല്ലുവിളികൾ നേരിട്ടേക്കാം. അതെല്ലാം തന്നെ ഓവർകം ചെയ്ത് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറാൻ സാധിക്കും. അതിന് നമ്മുടെ ചാനൽ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ന്യൂസ് സ്ഥിരമായിട്ട് തന്നെ വാച്ച് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ താങ്ക് യു ആൾ.